ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വർഷത്തിൽ 365 ദിവസം ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള നമ്മുടെ തിങ്സൊക്കെ. അപ്പോൾ ഇതിൽ ഈ 365 ദിവസം എത്രയോ വർഷങ്ങളായി നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ബ്രായാണെങ്കിലും പാൻറ്റീസ് ആണെങ്കിലും. പക്ഷെ നമുക്ക് സ്ത്രീകൾക്കൊരു 50% ആളുകൾക്ക് അറിയുന്നവരുണ്ട്, അല്ലാണ്ടൊരു 50% ആളുകൾക്കും ഇതിനെക്കുറിച്ച് ഒരു അന്തവും ഇല്ല. നമ്മൾ ടീനേജ് ആയപ്പോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, അമ്മായിയൊക്കെ പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോഴും ഇങ്ങനെ ഓരോ മോഡൽ കാണുമ്പോൾ അതിലേക്ക് ജമ്പ് ചെയ്യണു. ഫ്രണ്ട്സ് അല്ല കൊളീഗ്സ് വാങ്ങിയൊരു മോഡൽ അവരൊക്കെ അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മളത് വാങ്ങണം. അത് എന്ത് പേർപ്പസിനാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്നോ അറിഞ്ഞിട്ടല്ല നമ്മളത് വാങ്ങുന്നത്. അതിങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോണു. ഇപ്പം റൗണ്ട് സ്റ്റിച്ച് ബ്രാസ് യൂസ് ചെയ്യുന്ന, കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് ബ്രാസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മുടെ ഷോപ്പിലാണെങ്കിലും അവർ വരുന്നത് തന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോകും. അവർക്ക് റൗണ്ട് സ്റ്റിച്ച്, കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് സെൻട്രൽ ഇലാസ്റ്റിക് ബ്രാ ഉണ്ടോ, അത്ര അവർക്കറിയൂ. അതിലെല്ലാം പെട്ടു. പിന്നെ നമ്മൾ കണ്ടെത്തണം അവരുടെ കപ്പ് സൈസും. അവർക്ക് കപ്പ് സൈസ് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ടത് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ പേർപ്പസ് ഏത് പേർപ്പസിനാണ് ഞാനത് യൂസ് ചെയ്യുന്നത് ഒന്നും അവർക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അന്തവും ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെ അന്തവും കുന്തവും ഇല്ലാത്ത കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ കളിയാക്കുകയോ കുറച്ച് കാണുമല്ല കേട്ടോ. ഞാനും ഇപ്പോൾ ഒരു ഇന്നർവെയർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനും ഇതേപോലെ അന്തമില്ലാത്ത ആൾ തന്നെയായിരുന്നു. അത് ഇങ്ങനൊരു ഷോപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാനതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും അതിലേക്ക് ലിഫ്റ്റ് ആവുന്നതെല്ലാം. അപ്പോൾ ആ അറിവുകൾ എൻ്റെ ഈ കുഞ്ഞു ഫാമിലിയിലെ വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ള എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലിലും എൻ്റെ ഫ്രണ്ട്സിന്, ലേഡീസ് ഫ്രണ്ട്സിന് ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇന്നർ വെയർ, എസ്പെഷ്യലി എന്ന് പറയുന്നത് ഒരു ബ്രായെക്കുറിച്ചാണ്. ബ്രാ വാങ്ങാൻ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഒരു മിനിമം അറിവ് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഇന്നർ വെയർ, ഇതുവരെ ഇന്നർ വെയർ ഉപയോഗിച്ചതൊക്കെ വിട്ടുകളാം, അതൊക്കെ പോട്ടെ. ഇനി മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി മുതൽ നിങ്ങൾ ഒരു ബ്രാ യൂസ് ചെയ്യുന്നത്, ഇന്നർ വെയർ ഇങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ, ബ്രായാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരു ബ്രാ ഇനി മുതൽ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഈ വീഡിയോ അതിനുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി, ആദ്യമേ പറയട്ടെ, നിങ്ങൾക്കൊരു കറക്റ്റ് ബ്രാ അല്ലെങ്കിൽ കറക്റ്റ് ഒരു സൊല്യൂഷൻ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കും എന്താണെങ്കിലും, ആ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ബ്രായാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. ചിലവർക്ക് ബ്രസ്റ്റ് സാഗി ബ്രസ്റ്റ് ആയിരിക്കാം, ചിലവർക്ക് ബ്രസ്റ്റ് കുറവായിരിക്കാം, അവർക്ക് വോളിയംസായി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രായായിരിക്കും വേണ്ടത്. അല്ല, ചിലപ്പോൾ കുറച്ച് പ്രായമായവർക്കോ അല്ലെങ്കിൽ കുറച്ച് തടി കൂടിയ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലവർ ഇവിടെ വരാറുണ്ട്, അവർക്ക് ബാക്കിലോട്ട് ഹുക്ക് ഇടാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഫ്രണ്ട് ഓപ്പൺ ബ്രായായിരിക്കും വേണ്ടത്. അല്ല, ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഹൈ ഇമ്പാക്റ്റ് ലോ ഇമ്പാക്റ്റ് ഒക്കെ ഉള്ള സ്പോർട്സ് ബ്രാസ് ആയിരിക്കും വേണ്ടത്. ഇനി ഞാൻ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയാണ്, അവർക്ക് ഫീഡിങ് ബ്രായാണ് വേണ്ടത്. അങ്ങനെ ഓരോ നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഷോപ്പിലോട്ട് പോയി ഒരു സാധനം വാങ്ങാൻ. അപ്പോൾ ആദ്യം ഞാൻ വീണ്ടും പറയുന്നു, ഷോപ്പിലോട്ട് പോയി എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ടൗൺ ഏരിയയിൽ വരുന്ന ഒരു ഇന്നർ വെയർ, എക്സ്ക്ലൂസീവ് ഇന്നർ വെയർ ഷോപ്പിൽ നിങ്ങൾ ചെന്ന് അവിടെ നിന്ന് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി നിങ്ങളുടെ സൊല്യൂഷൻ അവിടെ നിന്ന് കണ്ടെത്തുക ഒറ്റത്തവണ. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിട്ട് വാങ്ങുമോ, എന്തോ ആയിക്കോ, അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് യൂസ് ആവും. പക്ഷെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇന്നർ വെയർ ഷോപ്പിൽ തന്നെ പോകുക എന്നുള്ളതാണ്. നിങ്ങളൊരു കോമൺ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അതിൻ്റെ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്നർ വെയർ കോർണറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റാഫിനൊക്കെ ഷിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ ചെല്ലുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ വൈകിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവുക. അപ്പോൾ ആ വരുന്ന ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത ഒരു സ്റ്റാഫ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. അവർക്ക് അറിയില്ല, അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം, നിങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കത് സജസ്റ്റ് ചെയ്യാൻ അറിയില്ല. നേരെ മറിച്ച് ഒരു എക്സ്ക്ലൂസീവ് ഇന്നർ വെയർ ഷോപ്പിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സൊല്യൂഷൻ, നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വളരെ ഓപ്പണായി അവിടെ പറയാം. പിന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു കറക്റ്റ് സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ചേച്ചി ഉണ്ടായിരിക്കും. ആ ചേച്ചി ഇതുപോലുള്ള പ്രശ്നങ്ങളും കസ്റ്റമേഴ്സിനെയും ഒരുപാട് ഫേസ് ചെയ്ത ആളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തുടങ്ങുമ്പോഴേ അവർക്കറിയാം നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഇതാണ്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇന്ന ടൈപ്പ് ബ്രായാണ് എനിക്ക് വേണ്ടതെന്ന്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറയുന്നതിലൂടെ ആ ബ്രാ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇന്നർവെയർ ഷോപ്പ് ചെന്ന് ആദ്യത്തെ പർച്ചേസ് നടത്തുക. പിന്നെ നിങ്ങളുടെ താല്പര്യം പോലെ ഓൺലൈനിൽ നിന്നോ ഒക്കെ പർച്ചേസ് ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ സൈസ് അറിയാന്നുള്ളതാണ്. ഒരു ബ്രാ വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബാൻഡ് സൈസ്, കപ്പ് സൈസൊക്കെ അറിയണം. ഇത് എങ്ങനെയാണ് സൈസ് കണക്കാക്കുക, നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്താൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ ധാരണ അതിനെക്കുറിച്ച് കിട്ടും. പിന്നെ നമുക്ക് ഈ കപ്പ് സൈസ് എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് ചില കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ. അവർക്ക് അറിയില്ല. കുറേ മുന്നേ ഇവിടെ ഒരു കസ്റ്റമർ വരെ ഉണ്ടായി. ആളുടെ സൈസ് ചോദിച്ചപ്പം സൈസ് ഓക്കെ 36 4 എന്തോ ആയിരുന്നു. കപ്പ് സൈസ് എത്രയാണ് മാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കപ്പ് സൈസ് 90. അപ്പോൾ 90 കപ്പ് സൈസ് എന്ന് പറഞ്ഞൊരു കപ്പ് സൈസ് ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു മാം 90 എന്ന് പറയുന്നത് പാൻറ്റി സൈസ് ആണോ? അല്ല, എൻ്റെ കപ്പ് സൈസാണ്. നമ്മുടെ ഇതിൽ കാണില്ലേ, ബോക്സിൽ കാണില്ലേ, ഞാനത് നോക്കിയിട്ടാണ് വാങ്ങാറ്. അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്ന സാധനം ഇതാ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന 36 എന്ന് പറയുന്നത്. ഇതിപ്പോൾ 36 ആണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും 90 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ 90 അത് 36ൻ്റെ സെൻറ്റിമീറ്റർ കണക്കാണ്. അതുപോലും പലർക്കും അറിയില്ല. അപ്പോൾ അതാണ് കപ്പ് സൈസ് എന്ന് വിചാരിച്ചാൽ പലരും ഇരിക്കുന്നത്. നമുക്ക് കപ്പ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്ന സൈസാണ്. അതും എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ വീഡിയോ കണ്ട് നല്ല ഒരു ടാപ്പും വേണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മിററിൻ്റെ മുന്നിൽ നിന്നാൽ ഞാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒരു ബ്രായുടെ സൈസ് എന്താണ് എന്നത് കണക്കാക്കി അതിലൊരു ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പർച്ചേസിന് പോവാൻ. കപ്പ് സൈസ്, ബാൻഡ് സൈസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ബ്രായെ കുറിച്ച് പറയല്ലേ. ആദ്യം നമുക്ക് ഈ ബ്രായുടെ പാർട്സ് ഓഫ് ബ്രാ ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഒരു ബ്രാക്കുള്ളത് എന്നുള്ളത്. നമ്മൾ ബാൻഡ് സൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റൗണ്ടിൽ ചുറ്റുമായിട്ട് വരുന്ന, അടിഭാഗത്ത് ചുറ്റുമായിട്ട് വരുന്ന ഈ ഒരു സാധനമാണ് നമ്മൾ ബാൻഡ് സൈസ് എന്ന് പറയുന്നത്. കപ്പ് സൈസ് എന്ന് പറയുന്ന പോർഷൻ ഇതാണ്, നമ്മുടെ ബ്രസ്റ്റ് കവർ ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് കപ്പ് സൈസ് എന്ന് പറയുന്നത്. പിന്നീട് ഇത് വരുന്നത് സ്ട്രാപ്പ്. നമുക്ക് ഈ ഒരു സ്ട്രാപ്പാണ് ഒരു ബ്രായുടെ എല്ലാ സപ്പോർട്ടും, അല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ള ആളുകൾ, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു ബാൻഡിൻ്റെ, ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പിന്നെ ഈ സൈഡ് പോർഷനിൽ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് വിങ്സ് എന്ന് പറയുന്നത്, ബ്രായുടെ വിങ്സ് പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിൽ ഇത് ഹുക്ക്, നമ്മൾ ഇടുന്ന ഈ സംഭവം ഹുക്ക്. ഇത് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തെ പറയുന്നത് ഹുക്ക് ആൻഡ് ഐ എന്നാണ്. ഈ കൊളുത്തുന്ന കൊളുത്തുകൾ അടങ്ങിയ ഭാഗം, ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഈ ഒരു കൊളുത്തുകൾ വരുന്ന ഭാഗം, ഈ കൊളുത്തുന്ന ഭാഗം, ഈ ഭാഗമാണ് ഐ പോർഷൻ. ഇത് ഹുക്കും. ഇതിന് മൊത്തത്തിൽ നമ്മൾ ഹുക്ക് ആൻഡ് ഐ എന്ന് പറയും. അപ്പം ഇതാണ് ഒരു ബ്രായുടെ പാർട്സ് ഓഫ് ബ്രാ എന്ന് പറയും. ഇനി ഇവിടെ ഒരു ഡമ്മിയിൽ നമ്മൾ 3 ബ്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ കാണിക്കുന്ന 3 വേരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കപ്പ് സൈസിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പം അത് നിങ്ങൾക്ക് കപ്പ് സൈസ് എന്താണ്, ഈ കപ്പ് സൈസ് സി കപ്പ് ഡി കപ്പ് ഒക്കെ ആകുമ്പോൾ എന്താണെന്ന് അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരേ സൈസിൽ 34 സൈസിലുള്ള സി കപ്പും ഡി കപ്പും ഇ കപ്പുമാണ് ഈ ഡമ്മിയിൽ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, സി കപ്പിൽ വരുന്ന കപ്പിൻ്റെ കവറേജിനേക്കാൾ വ്യത്യാസമാണ്, കുറച്ചുകൂടി കവറേജ് കിട്ടുന്നു ഡി കപ്പ് വരുമ്പോൾ. അതിനേക്കാൾ കവറേജ് കിട്ടുന്നുണ്ട് ഇ കപ്പ് വരുമ്പോൾ. ഈ കപ്സിന് മാത്രമല്ല ഇതിൻ്റെ മാറ്റം വരുന്നത്, സൈഡിലുള്ള ഈ വിങ്സിൽ വരുന്ന വ്യത്യാസം നിങ്ങൾ കണ്ടോ. ഇവിടെ ഇത്രയും വീതിയാണ്, വിടുത്താണ് കിട്ടുന്നതെങ്കിൽ ഡി കപ്പിലേക്ക് മാറുമ്പോൾ ഇത്രയായി, ഇ കപ്പിലേക്ക് വരുമ്പോൾ ഇത്രയും വിടുത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബാക്കിൽ വരുന്ന ഈ ഹുക്ക് ആൻഡ് ഐയുടെ പോർഷൻ വരുന്നതും. ഉണ്ടോ, സി കപ്പിന് ഇത്രയേ വരുന്നുള്ളതെങ്കിൽ ഡി കപ്പ് ആകുമ്പോഴേക്കും ഇത്രയും വീതി വന്നു, ഇത്രയും വന്നു, 3 ഹുക്സിൽ ഇത്രയും വീതി വന്നു. ഇത് 4 ഹുക്സ് ആയിട്ട് ഇത്രയും വീതി ഇവിടെ ഈ ഒരു ബാൻഡിന് വന്നിട്ടുണ്ട്. ഇനി സ്ട്രാപ്പിൻ്റെ കാര്യം, സ്ട്രാപ്പ് നോക്കിയാൽ ഇതാണ് സി കപ്പിൻ്റെ സ്ട്രാപ്പ് വീതിയെങ്കിൽ ഇത്രയാണ് ഡി കപ്പിന്, അതിനേക്കാളും വരുന്നുണ്ട്, വ്യത്യാസമുണ്ട് ഇ കപ്പിന്. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. നമ്മുടെ ബ്രസ്റ്റ് സൈസ് കൂടുമ്പോഴാണല്ലോ നമ്മൾ കപ്പ് സൈസ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അത്രയും ബ്രസ്റ്റിന് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നിർത്താൻ, സപ്പോർട്ട് ചെയ്യാൻ, സാഗ് ആവാതെ സപ്പോർട്ട് ചെയ്യാൻ ഈ സ്ട്രാപ്പുമ്മലാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ സ്ട്രാപ്പിന് അത്രയും വീതി വേണം. അപ്പോൾ കപ്പ് സൈസ് കൂടുതൽ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും കപ്പ് സൈസ് വലുതെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ സ്ട്രാപ്പൊക്കെ വീതി ഉണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ അതുപോലെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ബ്രാ എടുക്കാൻ പോയിട്ട് ഈ
ഹുക്ക് ഈ ഒരു പോർഷനിൽ എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് കൊളുത്തിൽ അങ്ങ് കൊണ്ടുപോയി കൊളുത്തിയിട്ട് ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞെടുത്ത് പോരരുത്. നിങ്ങൾ എപ്പോൾ എടുക്കുമ്പോഴും ഷോപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹൂക്കിൽ, അതായത് കണ്ടോ ഈ ഫസ്റ്റ് ഹൂക്കിലായിരിക്കണം. പിന്നീടുള്ള 2 ഹൂക്സ് അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. പിന്നീടാണ് അതെന്തിനാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ 3 ഹൂക്സ്? ശരിക്കും ഒറ്റ ഹൂക്ക് പോരെ ഈ ബ്രാക്കൊക്കെ. നമ്മൾ ആദ്യം എടുത്ത് ഒരു 1 വീക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്ട്രെച്ചബിൾ ആവും. ആ സമയത്ത് നമുക്ക് സെക്കൻഡ് ഹോളിലേക്ക് അത് ഇടാം. പിന്നെ ഒരു വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് 1-2 മാസമൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് ലൂസായി വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ ആദ്യം ടൈറ്റ് ചെയ്ത് എടുത്തു പോന്നാൽ പിന്നെ ഇത് ലൂസാവുന്നതിനനുസരിച്ച് അപ്പോഴാണ് നമുക്ക് പിന്നീട് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് വണ്ണം കുറയ്ക്കേണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ എടുക്കുമ്പോഴും ഈ സ്ട്രാപ്പ് ആദ്യത്തതിൽ ഇടാൻ പറ്റുന്ന, ആദ്യത്തെ ഹൂക്സിൽ ഇത് ഇടാൻ പറ്റുന്ന, ഹുക്കൻ്റെ പോർഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഹൂക്കിൽ ഇടാൻ പറ്റണം. ബാക്കി 2 അവിടെ ബാലൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ബാൻഡ് സൈസും കപ്പ് സൈസും എല്ലാം മനസ്സിലാക്കി, നമ്മുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി നമ്മളൊരു ഐറ്റം തിരഞ്ഞെടുത്തു. നമുക്ക് വേണ്ടത് ഒരു സാഗി ബ്രസ്റ്റുള്ള, എനിക്ക് വേണ്ടത് ഒരു സൈഡ് സപ്പോർട്ടുള്ള ഒരു ബ്രായാണെന്ന് മനസ്സിലാക്കി ഞാനൊരു 34 ഡി കപ്പിൽ ഒരു സൈഡ് സപ്പോർട്ട് വരുന്നൊരു ബ്രാ എടുത്തു. പക്ഷേ ഇതേ ബ്രാൻഡിൻ്റെ തന്നെ ഒരു റൗണ്ട് സ്റ്റിച്ച് ബ്രാ ചിലപ്പോൾ എനിക്ക് ഈ സൈസ് ആയിക്കൊള്ളുന്നില്ല. അതാണ് പറയുന്നത്, നമുക്ക് ഓരോ പാറ്റേണും, കമ്പനികൾ ഓരോ പാറ്റേണും ഉണ്ടാക്കുന്നത് ഓരോ തരം റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് പരിഹരിക്കാനാണ്. സാഗി ബ്രാക്ക് യൂസ് ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു പാഡഡ് ബ്രാ യൂസ് ചെയ്യേണ്ട ആളുടെ പ്രശ്നവും ഈ ആളുടെ പ്രശ്നവും രണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പാറ്റേണും കമ്പനി തയ്യാറാക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അവരുടെ സൈസ് ചാർട്ട് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 34C ആണ് റൗണ്ട് സ്റ്റിച്ചിൽ, ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് ബ്രാ. അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 34 സി കപ്പ് മതി എനിക്ക്. എന്നാൽ ഇതേ സാധനം ഞാൻ ടീൻസിൽ ഒരു ടീഷർട്ട് ബ്രാ വാങ്ങുകയാണെങ്കിൽ എനിക്ക് 36 വേണം, 34 നടക്കില്ല. ഇനി ട്രയലോലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് 36 ഡി കപ്പ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പം അത് നമുക്ക് ഓരോ ഐറ്റം, ഓരോ പാറ്റേണും അനുസരിച്ച് നമ്മുടെ സൈസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നിങ്ങളൊരു റൗണ്ട് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈസ് നിങ്ങൾ മെഷർ ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ സൈസ് അതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് ബ്രാ എടുക്കാൻ പറഞ്ഞയക്കരുത്. വേറൊരാളെ വിടാം, എനിക്ക് സൈസ് അറിയാം, എന്നാൽ എടുക്കാൻ പോകുന്ന ആളോട് ഈ സൈസ് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അത് കോട്ടൺ തന്നെ, അതേ സെയിം സാധനം തന്നെ റീപർച്ചേസിനാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്പോർട്സ് ബ്രായിൽ എനിക്ക് ഇന്നത് വേണമെന്ന് കണ്ടെത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു ചുരിദാറ്, ടീഷർട്ട്, സാരി ഒക്കെ മാറി മാറി ഇടുന്ന ആളാണ്. നിങ്ങൾക്ക് ഇതിനെല്ലാം ബ്രാസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എൻ്റെ സാരി ബ്രാ ഇതാണ് സൈസ്, എനിക്ക് വേണ്ട ടീഷർട്ട് ബ്രാ ഇന്നതാണ് എൻ്റെ സൈസ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്പോർട്സ് ബ്രാ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇതാണ് എൻ്റെ സൈസ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോന്നും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ബ്രാ വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ബ്രാ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ, എന്ന് നിങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതിലോട്ട് എത്തുന്നോ, അന്ന് മുതൽ നിങ്ങളുടെ ബ്രാ സൈസും നിങ്ങളുടെ ബ്രായുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും സോൾവ് ആയി. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ, ഈ വീഡിയോ കണ്ടത് മുതൽ, ഈ വീഡിയോ കാണുന്നതിലൊരു പകുതി പേർക്കെങ്കിലും ആ പ്രോബ്ലംസ് സോൾവ് ആവട്ടെ എന്ന് വിശ്വസിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.